ടർബോയുടെ പോസ്റ്ററും റിലീസൊക്കെ പ്രഖ്യാപിച്ചറിഞ്ഞോ? അറിഞ്ഞായിരുന്നു. മെയ് 23 ഇറങ്ങുന്നതാണ്. പല സമയത്തും റിലീസ് മാറ്റി മാറ്റി പ്രേക്ഷകരൊക്കെ നിരാശപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് 23 വന്നേക്കുന്നത്. അതെ, അതൊരു വല്ലാത്ത ട്വിസ്റ്റ് ആയിരുന്നു. ആൻഡ് എല്ലാരും ഒത്തിരി പ്രതീക്ഷിക്കുന്ന മൂവിയാ. കാരണം നമ്മുടെ മമ്മൂട്ടി എന്ന് പറഞ്ഞ ആക്ടർ ഒരു 70+ ശേഷം എടുക്കുന്ന സ്ക്രിപ്റ്റ്സ് ഒക്കെ ഡിഫറെന്റ് ആണ്, സ്റ്റൈലിഷ് ആണ്, പല ജോണറിലുള്ളതാണ്. അപ്പൊ അതിനുശേഷം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മാസ് എന്റർടൈനർ അടിച്ചുപൊളി. അതിന്റെ കൂടി മിഥുൻ മാനുവൽ എന്ന റൈറ്റർ, വൈശാഖ് എന്ന ഡയറക്ടർ, എല്ലാരും കൂടി വരുമ്പോ ഹൈ എക്സ്പെക്ടേഷൻ ആണ്. കൂടാത്തതിന് ആരാ? രാജ്ബി ഷെട്ടി. അവിടെ അത്രയും ഈ രാജ്ബി ഷെട്ടിനെ കൊണ്ടുവന്ന് കന്നഡയിൽ ഒരു വലിയൊരു റിലീസിനും കൂടി ആയിരിക്കാൻ ചാൻസ് ഉണ്ടോ? ഒരു പവർഫുൾ ക്യാരക്ടർ ആണെങ്കിൽ കന്നഡയിൽ കൂടി റീച്ച് കിട്ടുമ്പോൾ ഒരു രാജ്ബി ഷെട്ടി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു നല്ലൊരു ആക്ടറാണ്. ആളുടെ 2-3 ടോബിയൊക്കെ നല്ല വർക്കായ മൂവിയായിരുന്നു. സോ അതിന്റെ പിന്നെ ആർബി ഷെട്ടി അഭിനയിക്കുമ്പോൾ അങ്ങനെ പൊട്ടപ്പടമാവില്ല എന്നുള്ള ഇതോടെ ഉണ്ട്. സോ അത് കന്നഡയിൽ കൂടി നല്ല റീച്ച് കിട്ടും. പ്ലസ് ഈ അതാ പറഞ്ഞ ഈ ഒന്ന് മമ്മൂട്ടി എന്ന ആക്ടർ ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ്, പിന്നെ മമ്മൂട്ടി എല്ലാവരും കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു എന്റർടൈനർ അടിച്ചുപൊളി. അത് കുറെ ആളുടെ മിസ്സിംഗ് ആണ്. ഈ ക്രിസ്റ്റഫർ വന്നപ്പോൾ അത് അത്ര ഇതവാക്കായില്ല. പ്ലസ് ഇപ്പൊ മിഥുൻ മാനുവൽ എന്ന റൈറ്റർ, ആളുടെ എല്ലാത്തിലും ബെസ്റ്റാ വന്നേക്കുന്നത്. ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് മിഥുൻ മാനുവൽ എന്ന റൈറ്റർ എന്ന് പറയുമ്പോൾ. അത് ഏത് പടമാണെങ്കിലും ഈ ഒരു പുള്ളിയുടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മിനിമം ഗ്യാരണ്ടി ഉണ്ട്. പ്ലസ് വൈശാഖ് എന്ന ഡയറക്ടർ, ആളുടെ അവസാനത്തെ പടം നൈറ്റ് ഡ്രൈവ് അത്ര ലൈക്ക് വർക്കൗട്ട് ആയാലും തിയേറ്ററിൽ വർക്കൗട്ട് ആയാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട മൂവിയാണ്. നൈറ്റ് ഡ്രൈവ് നല്ലൊരു സിനിമയാണ്, പക്ഷെ തിയേറ്ററിൽ വർക്കൗട്ട് ആയില്ല. അത് നല്ല സിനിമയായിരുന്നു. സോ അതിന്റെ ഒരു കംബാക്ക് വൈശാഖ് എന്തായാലും നടത്തും. പ്ലസ് മമ്മൂട്ടി വരുമ്പോ ഒരു പോക്കിരാജ വൈബ്, അല്ലെങ്കിൽ അതിലും എനിക്ക് ഇഷ്ടം ഇതിനകത്തൊരു കേട്ടത് മമ്മൂട്ടി ഒരു മോഹൻലാലിന്റെ ഒരു പാട്ട് വെച്ചിട്ടുള്ള ഫൈറ്റ് സീനൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്, രാവണപ്രഭുലെ. അപ്പൊ അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും തിയേറ്ററിലെന്ന് വിശ്വസിക്കുന്നു. അതായത് രണ്ട് ഫാൻസിനെ ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പരിപാടി ആയിരിക്കും അങ്ങനെയൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനെ ആയിരിക്കില്ല, ഒരു മാസ് ഫീൽ ഉണ്ടാവാൻ ഒരു കാരണം അത് വരുമ്പോ ലാലേട്ടൻ ഫാൻസിനും മമ്മൂട്ടി ഫാൻസിനും എൻ്റെ ഒരു ഇഷ്ടപ്പെടും. സോ ഈഗർലി വെയിറ്റിംഗ്. എല്ലാരും പറയണ ടോപ്പ് ബോക്സ് ഓഫീസിന് ഹിറ്റ് ആണെങ്കിൽ പറയുന്നുണ്ട് മാസമായതുകൊണ്ട് കത്തിക്കാറാൻ ചാൻസ് ഉണ്ട്. മാസമാവട്ടെ. ബ്രഹ്മയുഗം നോർമൽ ഒരു പടമായിട്ട് അല്ലെ, അതൊരു സാധാരണ പടമായിട്ട് 50 കോടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇടിവെട്ട് മാസാന്ന് പറയുന്നത്. മമ്മൂക്കനെ പറയുന്നുണ്ട് ഒരു അടിപ്പടം വേണോ നിങ്ങൾക്ക് ചോദിച്ച്. അല്ല, ബ്രഹ്മയുഗം ഒരു എക്സ്പെരിമെന്റ് മൂവി ആയിരുന്നു. അത് ഹിറ്റ് ആവുമെന്നൊരു അറിയില്ലായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം, ചെറിയത് റേഷ്യോ വ്യത്യാസം, എന്നിട്ടും ഇത്രയും സൂപ്പർ ഹിറ്റ് ആണെങ്കിൽ കണ്ടന്റ് നല്ലതായിരിക്കണം. ടെർബോയിൽ കണ്ടന്റ് നല്ലതാണെങ്കിൽ പടം കത്തിക്കാറും.